തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. 11 മണിക്ക് രാമനിലയത്തിലാണ് മൊഴിയെടുപ്പ്. കെ അഖിൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, ഈ അന്വേഷണം മുന്നോട്ടാണ് എന്ന തോന്നലുണ്ടാക്കുന്നതാണോ ഈ മൊഴിയെടുപ്പ്? അജിംസ, തീർച്ചയായും. കാരണം ഈ ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ആദ്യം ഒരു അന്വേഷണം നടത്തിയിരുന്നത്. പക്ഷേ ആ അന്വേഷണ സമയത്ത് ഈ സുനിൽകുമാറിന്റെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ സുനിൽകുമാറിന്റെ കാര്യങ്ങൾ ചോദിച്ചാലോ ഒന്നും തന്നെ തയ്യാറെടുത്തിരുന്നില്ല. അത് സുനിൽകുമാർ വലിയ രീതിയിൽ ഒരു ആക്ഷേപമായി തന്നെ ഉന്നയിച്ചിരുന്നു. ആദ്യത്തെ അന്വേഷണത്തിൽ തന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല, തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ രേഖാമൂലം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുള്ള ആളാണ് വി.എസ്. സുനിൽകുമാർ എന്ന് പറയുന്നത്. പൂരം കലക്കിയതാണ്, അതിന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ തനിക്ക് പറയാനുണ്ട്, ഉദ്യോഗസ്ഥരെത്തുകയാണെങ്കിൽ താൻ മൊഴി നൽകാൻ പൂർണ്ണ സജ്ജനാണെന്ന കാര്യം നേരത്തെ തന്നെ സുനിൽകുമാർ അറിയിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഒരു അതിന് പിന്നാലെയാണ് ഈ മുഖ്യമന്ത്രി ഈ DGPയുടെ നേതൃത്വത്തിൽ ഒരു മേൽനോട്ടത്തിൽ ഒരു ത്രിതല അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്തത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മൊഴിയെടുക്കലായിരുന്നു. അന്ന് ഈ ഡോക്ടർമാരുടെ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഫയർ ഉദ്യോഗസ്ഥരുടെ, അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഈ ACP റാങ്കിലുള്ള, അതായത് DYSP ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയും അഡീഷണൽ SP തൃശൂർ റൂറൽ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SP ഈ ACPമാരുടെ മൊഴിയും ഇതിന് പിന്നാലെ രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ദേവസ്വം ഭാരവാഹികളുടെ 2 തവണയാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി AK ഗിരീഷ് കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. 2 തല അന്വേഷണത്തിൽ മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ഈ അന്വേഷണങ്ങളെല്ലാം നടന്നു വരുന്നതിനാണ് ഇപ്പോൾ എന്തായാലും ആദ്യമായി വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത്. ആദ്യ തലത്തിൽ അന്വേഷണമായിരിക്കും. അതായത് ഗൂഢാലോചന ഉണ്ടോ, എന്തെല്ലാം അവിടെ കണ്ട കാര്യങ്ങൾ സ്വാഭാവികമായും അത് തന്നെയായിരിക്കും ചോദിക്കുക. ഈ പോലീസ് ഉദ്യോഗസ്ഥരോടും ചോദിച്ചിരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ്. പക്ഷേ ഈ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നത്, DMO ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾ എന്ത് പ്രശ്നങ്ങളാണ് നേരിട്ടത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത് എന്നൊക്കെ ചോദ്യങ്ങളായിരുന്നു. ഒന്ന് അവർ ഈ കമ്മീഷണർക്കെതിരായി മൊഴി നൽകുകയും ചെയ്തിരുന്നു. കമ്മീഷണർ പോലീസിന്റെ ഭാഗത്തുനിന്നും മോശം പെരുമാറ്റം ഉണ്ടായി, കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു ശരിയായ രീതിയിലല്ലാത്തൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്ന മൊഴി അന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും സുനിൽകുമാറിനോടും ചോദ്യം ചെയ്യലേക്ക് കടക്കും. പക്ഷേ എന്താണ് ചോദിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അന്വേഷണ സംഘത്തിൻ്റെതായിരിക്കും. എന്തായാലും പൊതുവായി ചോദിക്കുക, അതായത് ഈ അന്വേഷണ സംഘം പ്രധാനമായും ചോദിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനമായി ഇപ്പോൾ ബന്ധപ്പെട്ട് ചോദിക്കുക എന്ന് പറയുന്നത് ഈ വിഷയം ഇതിൽ എന്താണ്, അതായത് സുനിൽകുമാർ അന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്, സുനിൽകുമാർ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും എന്തായാലും ചോദിക്കുക. അന്വേഷണം മൊഴിയെടുക്കാനുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി തന്നെ, അതായത് ഈ സുനിൽകുമാറിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ സുനിൽകുമാർ പറയാനുണ്ടെന്ന് നേരത്തെ തന്നെ സുനിൽകുമാർ പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതിന് കൃത്യമായ ഗൂഢാലോചനയുണ്ട്. അതായത് ഈ സുരേഷ് ഗോപിയുടെ ആംബുലൻസിൽ വരുന്ന യാത്രയൊക്കെ തന്നെ കൃത്യമായതിനൊരു സംശയത്തിന്റെ കണ്ണിൽ സുനിൽകുമാർ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സുനിൽകുമാർ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ഏറെ നിർണായകമാവുക. താൻ അന്ന് അവിടെ കണ്ട മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാത്ത, താൻ അന്ന് അവിടെ നേരിട്ട് കണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയേണ്ടതുണ്ട് എന്ന് സുനിൽകുമാർ നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്തായാലും ഇപ്പോൾ ഈ മൊഴിയെടുക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ചിലർ ഇവിടെ എത്തി രാമനിലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സുനിൽകുമാർ ഇവിടേക്ക് എത്തി മൊഴി നൽകുകയും ചെയ്യും. അജിം സർ. ശരി അഖിൽ.